സൗന്ദര്യം കൊണ്ടും കഴിവ് കൊണ്ടും ബോളിവുഡ് സിനിമാ ലോകത്തെ കീഴ്പ്പെടുത്തിയ നടിയാണ് ഐശ്വര്യ റായ്. 1994-ൽ ലോകസുന്ദരിയായി ആരാധകരുടെ മനം കവരുകയും രാജ്യത്തിന് അഭിമാനമായി മാറുകയും ചെയ്ത താരം തമിഴ് സിനിമയിലൂടെയാണ് ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത്. ഇന്നും നടിയുടെ താരമൂല്യത്തിന് ഇടിവ് വന്നിട്ടില്ല. കരിയറിൽ മികച്ചു നിൽക്കുമ്പോഴും ഐശ്വര്യക്കെതിരെ വലിയ വിവാദങ്ങൾ വന്നിരുന്നു. എന്നാൽ ഈ വിവാദങ്ങളെയും ധീരമായി തന്നെ ഐശ്വര്യ നേരിട്ടിട്ടുണ്ട്. തന്റെ കരിയറും ജീവിതവുമെല്ലാം തകർക്കാൻ സാധിക്കുന്ന വിവാദങ്ങളെയാണ് ഐശ്വര്യയ്ക്ക് നേരിടേണ്ടി വന്നിരുന്നത്. അതിൽ പ്രധാനിയാണ് സൽമാൻ ഖാൻ. ഹം ദിൽ ദേ ചുകേ സനം എന്ന ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിക്കുന്നതിനിടയിലാണ് ബോളിവുഡ് താരങ്ങളായ സൽമാൻ ഖാനും ഐശ്വര്യ റായും തമ്മിൽ പ്രണയത്തിലായത്. അതിനുശേഷം ഇരുവരും തമ്മിലുള്ള ബന്ധം വലിയ ചർച്ചാ വിഷയമാവുകയും അവിടെ ആരാധകരെ ആവേശത്തിലാഴ്ത്തുകയും ചെയ്തു. പക്ഷേ അധികം വൈകാതെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. മദ്യലഹരിയിൽ സൽമാൻ ഖാൻ ഐശ്വര്യ റായിയെ ഉപദ്രവിക്കാറുണ്ടെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. അധികം വൈകാതെ ബന്ധം അവസാനിപ്പിച്ച മുൻ ലോകസുന്ദരി അത് ശരിവയ്ക്കുകയും ചെയ്തു. അടുത്തിടെ റെഡ് FM പോഡ്കാസ്റ്റുമായുള്ള നടന്ന ഒരു അഭിമുഖത്തിൽ സൽമാനും ഐശ്വര്യയ്ക്കുമൊപ്പം ഹം ദിൽ ദേ ചുകേ സനം എന്ന സിനിമയിൽ അഭിനയിച്ച സഹതാരം ഹിമാനി ശിവപുരി അവരുടെ ഡേറ്റിംഗ് ദിനങ്ങളെക്കുറിച്ച് മനസ്സ് തുറന്നിരുന്നു. സൽമാൻ ഒരിക്കൽ ഐശ്വര്യയെക്കുറിച്ച് ദേഷ്യത്തോട് സംസാരിച്ചത് ഓർത്തെടുത്ത നടി അദ്ദേഹത്തെ ശാന്തരാക്കാൻ താൻ പാടുപെട്ടു എന്നും വെളിപ്പെടുത്തുകയുണ്ടായി. ആവോ അബ് ലൗട്ട് ചലേ എന്ന ചിത്രത്തിലും പിന്നീട് ഹമാരാ ദിൽ, ആപ്കെ പാസ് ഹേ, ഉംറാവു ജാൻ തുടങ്ങിയ ചിത്രങ്ങളിലും ഐശ്വര്യയോടൊപ്പം പ്രവർത്തിച്ചത് ഹിമാനി ഓർമ്മിച്ചു. നടിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഹിമാനി പറഞ്ഞു, അന്ന് അവർക്ക് അത്ര പ്രശസ്തിയൊന്നും ആയിരുന്നില്ല. ഞങ്ങൾ അന്ന് വളരെ അടുപ്പത്തിലായിരുന്നു. വാനുകളിൽ ചുറ്റിത്തിരിയുമായിരുന്നു. ഹുമാര ദിൽ ആപ്കെ പാസ് ഹേ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി ഞങ്ങൾ ഹൈദരാബാദിൽ പോകുമായിരുന്നു. ഹിമാനി ശിവപുരി ഓർത്തെടുത്തു. അവളും സൽമാനും വളരെ അടുപ്പത്തിലായ സമയമായിരുന്നു അത്. അതിനാൽ സൽമാൻ ഇടയ്ക്കൊക്കെ അവിടെ രാത്രി വന്നു പോകുമായിരുന്നു. ഐശ്വര്യ വളരെ നല്ലവളും വളരെ അറിവുള്ള പെൺകുട്ടിയുമായിരുന്നു. ഞങ്ങൾ ധാരാളം സംസാരിക്കുമായിരുന്നു. തീർച്ചയായും എനിക്ക് തുറന്നു പറയാൻ കഴിയാത്ത ചില കാര്യങ്ങളും ആ കാലത്ത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്ന് പറയാം, സൗന്ദര്യത്തെക്കാൾ കൂടുതൽ ഐശ്വര്യ റായ് ബച്ചൻ വളരെ നല്ല വ്യക്തിയാണെന്ന് ഞാൻ കരുതുന്നു എന്നാണ് നടി പറഞ്ഞു നിർത്തിയത്. താരങ്ങൾ പലപ്പോഴും അവരുടെ മനസ്സിലുള്ളത് തന്നോട് തുറന്നു പറഞ്ഞിരുന്നതായും ഹിമാനി ഓർമ്മിച്ചു. ഒരിക്കൽ ഞങ്ങൾ ഫിലിം സിറ്റിയിൽ ഷൂട്ടിംഗ് നടത്തുകയായിരുന്നു. രോഹൻ സിപ്പിയുടെ സിനിമയ്ക്കായി അഭിഷേക് ബച്ചനൊപ്പം ഐശ്വര്യ ഷൂട്ട് ചെയ്യുകയായിരുന്നു. സൽമാൻ വന്നിരുന്നു. അയാൾക്ക് ദേഷ്യം വന്നു. അയാൾ എന്നോട് പറഞ്ഞു, എന്താണിത്? നിങ്ങൾ അവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി തരണം. അവൾ ഭയങ്കര സുന്ദരിയാണെന്ന് അവൾക്കൊരു അഹങ്കാരമുണ്ട്. അവളോട് വഹീദ റഹ്മാനെ ഒന്ന് കണ്ടു നോക്കാൻ പറയണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അന്ന് ഞാൻ സൽമാനോട് ശാന്തനാകാനും മിണ്ടാതിരിക്കാനും പറയുമായിരുന്നെന്നും നടി കൂട്ടിച്ചേർത്തു. 1999-ൽ സഞ്ജയ് ലീല ബൻസാലിയുടെ ഹം ദിൽ ദേ ചുകേ സനം എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാണ് ഐശ്വര്യ റായും സൽമാൻ ഖാനും പ്രണയത്തിലായത്. എന്നാൽ 2002-ൽ വേർപിരിഞ്ഞു. 2002-ൽ പുറത്തിറങ്ങിയ ഹം ദുഹാരെ ഹേ സനം എന്ന ചിത്രത്തിലാണ് അവർ അവസാനമായി ഒരുമിച്ച് അഭിനയിച്ചത്. 2007-ൽ സ്വകാര്യവും എന്നാൽ ആഡംബരപൂർണവുമായ ഒരു ചടങ്ങിൽ അഭിഷേക് ബച്ചനെ ഐശ്വര്യ വിവാഹം കഴിക്കുകയായിരുന്നു. ഇപ്പോൾ ദമ്പതികൾ മകൾ ആരാധ്യ ബച്ചന്റെ മാതാപിതാക്കളാണ്. അതേസമയം ബോളിവുഡ് സൂപ്പർ സ്റ്റാർ സൽമാൻ ഖാൻ തന്റെ വ്യക്തിപരവും സിനിമാപരവുമായ നേട്ടങ്ങളുടെ പേരിലും പ്രശ്നങ്ങളുടെ പേരിലും ഒരുപാട് തവണ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. 1990-കളിൽ മുൻ ലോകസുന്ദരി ഐശ്വര്യ റായ് ബച്ചനൊപ്പവും മറ്റ് നിരവധി നടിമാരുമായി ബന്ധപ്പെടുത്തി സൽമാൻ ഖാൻ ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞിരുന്നു. അതിൽ മിക്ക വാർത്തകളും സത്യമാണെന്ന് പിന്നീട് പല അവസരങ്ങളിലും കളിയായും കാര്യമായും സൽമാൻ ഖാൻ തന്നെ സമ്മതിച്ചതുമാണ്. സ്വാമി അലി അത്തരത്തിലുള്ള പേരുകളിൽ ഒന്നായിരുന്നു. സൽമാൻ ഖാനും സ്വാമി അലിയും തമ്മിലുള്ള ഏറെ കലുഷിതമായ ബന്ധം പലപ്പോഴും വാർത്തകളിൽ ഇടം നേടിയിരുന്നു. സ്വാമി തന്നെ നിരവധി തവണ ഈ ബന്ധത്തെക്കുറിച്ച് പരസ്യമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ബോളിവുഡ് സൂപ്പർ താരം തന്നെ ശാരീരികമായും മാനസികമായും ഏറെ പീഡിപ്പിച്ചിരുന്നുവെന്ന് അവർ പലവട്ടം പറഞ്ഞിട്ടുമുണ്ട്. അതിനിടെ അടുത്തിടെ ഹിന്ദി റഷ്യന് നൽകിയ അഭിമുഖത്തിൽ മുതിർന്ന പത്രപ്രവർത്തക പൂജ സാമന്ത് സൽമാൻ ഖാന്റെയും സ്വാമി അലിയുടെയും ബന്ധത്തിന്റെ ഞെട്ടിക്കുന്ന കഥയും പറഞ്ഞിരുന്നു. മുൻപ് സ്വാമി അലി മുംബൈയിൽ വന്ന് താമസിച്ചിരുന്ന സമയത്ത് അവരുമായി തനിക്ക് ചെറുതല്ലാത്ത സൗഹൃദം ഉണ്ടായിരുന്നുവെന്നാണ് സീനിയർ ജേർണലിസ്റ്റ് വെളിപ്പെടുത്തിയത്. ആ കാലത്ത് സൽമാനുമായി തനിക്ക് ഭ്രാന്തമായ പ്രണയമുണ്ടെന്ന് സ്വാമി തന്നോട് സമ്മതിച്ചതായി പൂജ സാമന്ത് വെളിപ്പെടുത്തി. എന്നാൽ പരസ്പരം പ്രണയിച്ചിരുന്ന സമയത്ത് ഒരിക്കൽ ദേഷ്യം സഹിക്കാനാവാതെ സൽമാൻ ഖാൻ സ്വാമിയുടെ തലയിൽ കുപ്പി ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചുവെന്ന് അവർ ആരോപിച്ചതായി മാധ്യമപ്രവർത്തക തുറന്നു പറഞ്ഞു. ഈ സംഭവം നടന്നത് പരസ്യമായിട്ടായിരുന്നുവെന്നും അവർ പറയുന്നു. ഒരിക്കൽ സ്വാമി അലി ഒരു റെസ്റ്റോ ബാറിൽ സുഹൃത്തുക്കളോടൊപ്പം കോൾഡ് ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ സൽമാൻ ഖാൻ അവിടേക്ക് കയറി വന്നു. അവർ തമ്മിൽ വഴക്ക് നടക്കുകയും അതിനൊടുവിൽ അദ്ദേഹം അവിടെ ഇരുന്ന ഒരു കുപ്പി ഗ്ലാസ് എടുത്ത് സ്വാമിയുടെ തലയിൽ അടിച്ചു പൊട്ടിക്കുകയും ചെയ്തു. ഈ വാർത്ത അന്നത്തെ മാഗസീനുകളൊക്കെ കൊടുത്തിരുന്നു. അതിന് പിന്നാലെ സ്വാമിയുമായി ഒരു അഭിമുഖം നടത്താൻ വേണ്ടി എൻ്റെ എഡിറ്റർ എന്നെ അവരുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു എന്ന് പൂജ ഓർത്തെടുത്തു. അന്ന് സൽമാൻ തന്നോട് സ്നേഹമുണ്ടോ എന്ന് ഉറപ്പില്ലെന്നും അദ്ദേഹത്തിന്റെ ദേഷ്യം ഭയങ്കരമാണെന്നും സ്വാമി അലി പറഞ്ഞു. ഒപ്പം അദ്ദേഹത്തിന് വല്ലാത്ത പൊസസീവ് സ്വഭാവമുണ്ടെന്നും അവർ അന്ന് പറഞ്ഞു. സൽമാൻ ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു ബന്ധവും വിവാഹത്തിലെത്തിയിട്ടില്ല. സംഗീത ബിസ്ലാനിയുടെ കാര്യം തന്നെ എടുക്കാം. ഒരുപക്ഷെ ഇന്ന് അദ്ദേഹം ഏറെ പക്വത വന്ന ഒരു മനുഷ്യനായി മാറിക്കാണണം. കാരണം ഇന്ന് സംഗീതയുമായി അദ്ദേഹത്തിന് വളരെ നല്ല സൗഹൃദമാണുള്ളത്, പൂജ സാമന്ത് പറഞ്ഞു. എന്തായാലും കാമുകിമാരെ ശാരീരികമായി പീഡിപ്പിക്കുന്നുവെന്ന പരാതി സൽമാൻ ഖാന് നേരത്തെ പലവട്ടം പിന്നെയും ഉയർന്നു.
തന്നെ താരം ഉപദ്രവിച്ചതായി മുൻ കാമുകി ഐശ്വര്യ റായ് പലതവണ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് നടന്റെ ജീവിതത്തിലേക്ക് എത്തിയ പ്രശസ്ത നടി കത്രീന കൈഫും സൽമാന്റെ മുൻകോപത്തിന്റെ ഫലം പലവട്ടം അനുഭവിച്ചതായി സൂചനയുണ്ട്. സൽമാൻ ഖാന്റെ ആദ്യത്തെ പരസ്യമായ പ്രണയം നടി സംഗീത ബിജ്ലാനിയുമായിട്ടായിരുന്നു. ഇരുവരും വിവാഹിതരാകാൻ തീരുമാനിക്കുകയും ചെയ്തു. ഒടുവിൽ അവരുടെ വിവാഹ ക്ഷണക്കത്തുകൾ വരെ വിതരണം ചെയ്തു കഴിഞ്ഞ അവസ്ഥയിലാണ് വിവാഹം മുടങ്ങിയത്. ഇതേക്കുറിച്ചുള്ള കിംവദന്തികൾ വിശ്വസിക്കുമെങ്കിൽ നടി സ്വാമി അലിയുമായി സൽമാന് അടുപ്പമുണ്ടെന്ന് അറിഞ്ഞതോടെയാണ് സംഗീത വിവാഹത്തിൽ നിന്ന് പിന്മാറിയത്. സ്വാമി അലിയുമായി ഡേറ്റിംഗ് നടത്തുന്നതിനാൽ ഐശ്വര്യ റായുമായുള്ള സൽമാന്റെ പ്രണയത്തെക്കുറിച്ചുള്ള കിംവദന്തികൾ വാർത്തകൾ ഇടം നേടി. ഇത് സ്വാമിയുമായുള്ള അദ്ദേഹത്തിന്റെ വേർപിരിയിലേക്ക് നയിച്ചു. സൽമാൻ ഖാന്റെ ഏറ്റവും വിവാദപരവും ചർച്ച ചെയ്യപ്പെട്ടതുമായ ബന്ധങ്ങളിലൊന്ന് മുൻ ലോകസുന്ദരി ഐശ്വര്യ റായുമായുള്ള ബന്ധം തന്നെയാണ്. ഇരുവരും പരസ്പരം അഗാധമായ പ്രണയത്തിലായിരുന്നു. പിന്നീട് അത് ഏറെ നാടകീയമായിട്ടാണ് അവസാനിച്ചത്. പിന്നീട് മാധ്യമങ്ങളോട് സംസാരിച്ച ഐശ്വര്യ തന്റെ ജീവിതത്തിലെ ഏറ്റവും മോശം അനുഭവമായിട്ടാണ് ആ ബന്ധത്തെ വിശേഷിപ്പിച്ചത്. സൽമാൻ പലപ്പോഴും ഐശ്വര്യയെ മദ്യലഹരിയിൽ ശാരീരികമായി പീഡിപ്പിച്ചിരുന്നതായും നടൻ ഗോവണിയിൽ നിന്ന് തള്ളിയിട്ടതിനെ തുടർന്ന് നടിയുടെ തോളല് ഒടിഞ്ഞതായും ഗോസിപ്പ് ഉണ്ടായിരുന്നു. ഏറെ നാടകീയമായ ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ സൽമാൻ കത്രീന കൈഫുമായി പ്രണയത്തിലായി. ഏറെ നാളുകൾ ഈ ബന്ധം നീണ്ടുനിന്നുവെങ്കിലും അത് വിവാഹത്തിൽ കലാശിച്ചില്ല. ഇപ്പോൾ നിലവിലുള്ള ഊഹാപോഹങ്ങൾ അനുസരിച്ച് ബോളിവുഡ് സൂപ്പർ താരം വിദേശ ഗായിക യൂലിയ വന്ധൂരുമായി ഡേറ്റിംഗിൽ നടത്തുകയാണ്. സൽമാന്റെ കുടുംബവുമൊത്തുള്ള ചടങ്ങുകളിൽ യൂലിയ പങ്കെടുക്കാറുമുണ്ട്.